സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്നവർ വിസ കാലാവധി കഴിയും മുമ്പ് തന്നെ തിരികെ പോകണമെന്ന് കർശന നിർദ്ദേശവുമായി സൗദി അറേബ്യ. കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവർക്ക് വൻ പിഴയും 6 മാസം തടവും നാടുകടത്തലും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസ തൊഴിൽ നിയമലംഘനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി. രാജ്യത്തെ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് സൗദി ഭരണകൂടം നിലപാട് കടുപ്പിക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവർക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം തടവും നാടുകടത്തലും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ഭാവിയിൽ സൗദിയിലേക്ക് വരുന്നതിന് ആജീവനാന്ത വിലക്കും നേരിടേണ്ടി വരും. നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നവരെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചാൽ പൊതുജനങ്ങൾ ഉടനടി അധികൃതരെ അറിയിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർക്ക് 911 എന്ന നമ്പറിലും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് 999 എന്ന നമ്പറിലും വിളിച്ച് 24 മണിക്കൂറും വിവരങ്ങൾ കൈമാറാം. നിയമലംഘകരെ കണ്ടെത്താനായി രാജ്യവ്യാപകമായി എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിനുകൾ അതിശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ജൂലൈ 2-നും 8-നും ഇടയിലുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രം 15,400-ലധികം നിയമലംഘകരെയാണ് വിവിധ പ്രവിശ്യകളിൽ നിന്നായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. ഇതിൽ താമസ നിയമലംഘകരും അതിർത്തി സുരക്ഷ ലംഘിച്ചവരും തൊഴിൽ ചട്ടങ്ങൾ പാലിക്കാത്തവരും ഉൾപ്പെടുന്നു. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചവരും ഇവർക്ക് ഒത്താശ ചെയ്തവരും പിടിയിലായവരിൽപ്പെടും. നിലവിൽ 29,000-ലധികം ആളുകളാണ് രാജ്യത്ത് വിവിധ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിർത്തി സുരക്ഷ ലംഘിച്ച് രാജ്യത്തേക്ക് കടക്കുന്നവർക്ക് യാത്രാ സൗകര്യം ഒരുക്കുകയോ താമസിക്കാൻ അഭയം നൽകുകയോ ചെയ്യുന്നത് വലിയ കുറ്റകൃത്യമായി കണക്കാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു വ്യക്തമാക്കി. ഇത്തരക്കാർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും. ഇതിനു പുറമെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങളും മറ്റു സ്വത്തുക്കളും കണ്ടുകെട്ടുമെന്നും അധികൃതർ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ, റിയാദ്.